ഞാൻ പെട്ടെന്നല്ലേ വന്നേ. ഇപ്പം ലജേജ് ജംഗ്ഷനിൽ പോയി. എന്തിനു പോയത്? അതെന്തോ സാധനം മേടിക്കും. അറിഞ്ഞൂടാ അച്ഛാ. എനിക്ക് സത്യം പറഞ്ഞാൽ ലജേജ് എന്തിനു പോയെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോ സാധനം മേടിക്കാൻ പോണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കണ വെറുതെ എന്തിനു ഓടിയെന്നാണ് ചോദിച്ചത്. അച്ഛനെ പേടിച്ചിട്ട്. എന്നെ പേടിക്കാൻ ഞാൻ കാണ്ടാമൃഗോ? കണ്ടാമൃഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. നീ ആര്? എടാ ഞാൻ വിളിച്ചപ്പോ നീ ഫോൺ എടുത്ത് നിനക്ക് എന്തോ ഒരു വൈക്ലബ്യം പോലെ ഞാൻ ഫോൺ എടുത്തപ്പോ എടാ വിശന്ന് പറഞ്ഞ് മലയുടെ മോളിൽ നിന്നാണ്ട നിനക്ക് ഞാൻ ഫോൺ ചെയ്തത്. അപ്പൊ നിനക്ക് എടുക്കാൻ പോയടാ. ഇല്ലടാ എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശന്ന് അവിടെ ചട്ടായി നീ തിരിഞ്ഞു നോക്കുകയല്ലടാ. സോറി സാർ. എന്തോ സോറിയടാ? ശിവയുടെ പാടാ അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയി. എപ്പോഴാണ് അവളെ കൂട്ടുകാരുടെ പോയി കിടക്കണത്? അവിടെ ഒന്ന് ചീനിക്കിഴങ്ങ് ആവശ്യം വെച്ചേക്കണ അല്ലേടാ? അച്ഛൻ കഴിച്ചായിരുന്നു? കഴിച്ചായിരുന്നു. കോളേജ് കളപ്പില്ലേ കുറെ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് എല്ലാം കൂടെ ചേർത്ത് പുഴുകി വെട്ടി വിഴുകി ഞാൻ. എടാ അറിയാമോ എടാ ഇതുവരെ പച്ച വെള്ളം പോലും കുടിച്ചില്ലടാ. എടാ ഇതുവരെ പച്ച വെള്ളം പോലും പാല് കുടിച്ചിട്ടില്ല. എടാ സാധനം ഇറക്കാൻ വന്ന പണിക്കാര് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ എന്നെ വിളിച്ച് ഞാൻ പോയില്ല. അച്ഛൻ്റെ പൈസ ഇല്ലാത്തോണ്ട്. എടാ പൈസ ഇല്ലാത്തോണ്ട് അല്ലടാ. നിന്നെയൊക്കെ ഞാൻ വിളിച്ച് എന്റെ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നീയൊക്കെ എന്നെ ആക്ഷേപിച്ചില്ലേ? അതിന്റെ വിഷമം സഹിക്കാതെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്ത. ഞാൻ മോളിലത്തെ നിലയ്ക്ക് ചാടി ചാവാൻ പോയാണ്. ഇത് ഞാൻ വേണ്ടെന്ന് ചോദിച്ചു. സോറി സാ. ഇങ്ങനെ നോക്കടാ കണ്ടാ കൈ ഉറക്കണണ്ടാ. വിശന്ന് കൈ ഉറക്കണണ്ടാ. വിശന്നിട്ടാണ് കൈ ഉറക്കണമെങ്കിൽ ഷുഗർ കൂടിയതായിരിക്കും. ഉടനെ അവൻ ഡോക്ടറായി. ഇവിടെ രക്തബോധം പോലും ഇല്ലടാ. എനിക്ക് വിശപ്പാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവര് ഭക്ഷണം കൊടുക്കുന്ന അയക്കാൻ തയ്യാറാടാ. ആ കുഴിപ്പള്ളക്കാര് അവരൊക്കെ പൂവിട്ട് പൂജിക്കണടാ. നിന്നെ കൊണ്ടല്ല കണ്ടെടുത്ത് വെച്ച് ഒട്ടിച്ച് നിനക്ക് റെഡിയാക്കണം. എല്ലാത്തിനും അടിക്കണം. സോറി ഇതിപ്പോ എനിക്ക് മനസ്സിലായി അവസ്ഥയാണ്. ഞാനും ഇതുപോലെ ഫീൽഡ് വർക്കിന് ഇറങ്ങുമ്പോ ഇതുപോലെ ഭക്ഷണം കിട്ടാറില്ല. അവസ്ഥയാണ്, ഓരോ അവസ്ഥയാണത്. എടാ നീ കൊച്ചിയിറക്ക അത് പറയണ വയസ്സായ കളവായി. എടാ വല്ലയിടത്തും ഒരു ചാവൂലടാ. ഇത് ഇഷ്ടം പോലെ അസുഖം എനിക്കുണ്ടാ. അച്ഛൻ എന്ത് കുഴപ്പം? അച്ഛനും അസുഖമില്ലല്ലോ. ഇത് അത് പണ്ടല്ല ചെക്ക് ചെയ്തപ്പോ അസുഖമില്ലാത്ത. ഇപ്പൊ ഇത്ര നാളാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടം പോലെ രോഗം ഇറങ്ങി കയറുന്ന ശരീരമാണത്. അറിയാനക്ക് അച്ഛാ ഇപ്പൊ തൽക്കാലം അച്ഛൻ ഫുഡ് കഴിക്കുന്ന പച്ച വെള്ളം ഈ വീട്ടിൽ നിന്ന് ഞാൻ കുടിക്കൂല. ഒരു ഭാഗം കഴിക്കില്ല. അച്ഛാ എന്തോ പറഞ്ഞിട്ട് അച്ഛാ ഉച്ച വിശന്ന് ചത്താലും ശരിയല്ല. ഒന്നും കഴിക്കില്ല. കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട. കഴിക്ക്. 5 മിനിറ്റ് തരും. 5 മിനിറ്റിനുള്ളിൽ നിങ്ങളിത് കഴിച്ചു തുടങ്ങിക്കോണം. ഇത് നിങ്ങൾ കഴിച്ചില്ലേ ബാലു, ഈ ജന്മത്ത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കാൻ പോകില്ല. ഇത് പറയണത് പടവിളം കുട്ടമ്പിളയുടെ മോള. കഴിക്ക്. 5 മിനിറ്റ് ഉണ്ട്. എന്ത് വേണേലും തീരുമാനിക്കാം. പെട്ടെന്ന് കഴിക്കാൻ നോക്ക്. 5 മിനിറ്റേ ഉള്ളു. പിന്നെ കഴിക്കാൻ പറ്റില്ല. എന്തിനു നീ സമയപരിധി വയ്ക്കുവോ? റെഡി ചിരിക്കാടാ. വിശന്ന് കുറഞ്ഞു ചിരിക്കാണ്. ഞാൻ തിന്നോട്ടറാ.